നമസ്കാരം. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പിഴവുകൾ അടിക്കടി ആവർത്തിക്കപ്പെടുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചതു മുതൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അബോധാവസ്ഥയിലായിരുന്ന യുവതിയെ അറ്റൻഡർ പീഡിപ്പിച്ചതുവരെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കെ വീണ്ടും ആരോഗ്യരംഗത്തിന് നേരെ വിമർശനമുയരുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഇക്കുറി ഡോക്ടർക്ക് പിഴവ് പറ്റിയതായി ആരോപണമുയർന്നത്. മുതുകിലെ ശസ്ത്രക്രിയക്കിടെ ഗുരുതരമായ പിഴവ് സംഭവിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. മുതുകിലെ ശസ്ത്രക്രിയക്കിടെ കയ്യുറ ശരീരത്തിൽ തുന്നിച്ചേർത്തുവെന്നാണ് പരാതി. നെടുമങ്ങാട് സ്വദേശിയായ ഷിനുവാണ് ദുരനുഭവം നേരിട്ടത്. എന്നാൽ ഇത് പിഴവല്ല എന്നും പഴുപ്പും രക്തവും കളയാനുള്ള ഗ്ലൗ ഡ്രെയിൻ സിസ്റ്റമാണെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. അത് ഇളക്കി കളയണമെന്ന് രോഗിയോട് നിർദ്ദേശിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മുതുകിലെ മുഴ നീക്കം ചെയ്യാൻ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഷിനു ശസ്ത്രക്രിയയ്ക്കായി എത്തിയത്. പിന്നീട് ഇവിടെ നിന്നും മടങ്ങി. 2 ദിവസം കഴിഞ്ഞിട്ടും വേദനയും നീരും മാറാതെ വന്നതോടെ ഭാര്യ കെട്ടഴിച്ചു നോക്കി. അപ്പോഴാണ് സ്റ്റിച്ചിട്ട ഭാഗത്ത് കയ്യുറയും തുന്നിച്ചേർത്ത് കിടക്കുന്നത് കണ്ടത് എന്നും പരാതിയിൽ പറയുന്നു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. മുതുകിൽ പഴുപ്പ് നിറഞ്ഞ കുരു വന്നതിനെ തുടർന്നാണ് ഷിനു ആശുപത്രിയിൽ ചികിത്സ നേടിയത് എന്ന് ഭാര്യ സജന പറഞ്ഞു. ആദ്യം 5 ദിവസത്തേക്ക് മരുന്ന് കൊടുത്തു. തുടർന്ന് ശനിയാഴ്ച രാവിലെ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി വരാൻ ഡോക്ടർ ആവശ്യപ്പെടുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വന്നതോടെയാണ് മുറിവിലെ കെട്ടഴിച്ച് പരിശോധിച്ചത്. കയ്യുറയുടെ വലിയൊരു ഭാഗം ശരീരത്തിൽ തുന്നിച്ചേർത്ത് വെച്ച നിലയിലാണ് കണ്ടത് എന്നും സജന പറഞ്ഞു. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് തള്ളിമറിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ഇവിടെ ചോദിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി കൈപ്പിഴകളുടെ ഘോഷയാത്രയാണ് ആരോഗ്യമേഖലയിൽ വിവാദമാകുന്നത്. മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് കഴിഞ്ഞയിടെ ഉണ്ടായത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്നാരോപിച്ചുകൊണ്ട് പന്തീരങ്കാവ് സ്വദേശിനി ഹർഷിനിയുടെ സമരവും പൊതുജനം അത്ര പെട്ടെന്നൊന്നും മറക്കുന്ന കാര്യമല്ല. നേരത്തെ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്ന യുവതിയെ ആശുപത്രി അറ്റൻഡർ പീഡിപ്പിച്ചതും വലിയ വിവാദമായിരുന്നു. ചികിത്സയ്ക്കിടെ രോഗി പീഡിപ്പിക്കപ്പെട്ടിട്ടും ശക്തമായ നടപടികളൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല. പകരം കുറ്റക്കാരെ ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നീതി തേടി സമരം തുടരുന്ന ഹർഷിനിയുടെ തുടർ ചികിത്സയ്ക്കായി ജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കാനായി സമരസമിതി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന്റെ തുടർച്ചയായാണ് 4 വയസ്സുകാരിയുടെ ചികിത്സയിലെ പിഴവും മെഡിക്കൽ കോളേജ് ആശുപത്രിയെ വിവാദത്തിലാക്കിയത്. എന്തായാലും തുടർച്ചയായ ഇത്തരം സംഭവങ്ങളിൽ നിന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ പ്രതിഷേധം കനക്കുകയാണ്. പൂർണ്ണ പരാജയമായ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉടൻ രാജിവെക്കണമെന്നും അല്ല എങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നുമാണ് വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇക്കുറി ഉയർന്നിരിക്കുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഈ വിഷയത്തെ സയന്റിഫിക്കായി തന്നെ നേരിടുകയാണ് സർക്കാർ. സർജിക്കൽ ഡ്രെയിൻ ഗ്ലൗ ആണ് ഇവിടെ വില്ലനായത് എന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. സാധാരണഗതിയിൽ സർജറിക്കിടെ ഒരു ഡ്രെയിനേജ് സംവിധാനമായി ഉപയോഗിക്കുന്ന സാധനമാണ് സർജിക്കൽ ഡ്രെയിൻ ഗ്ലൗ. അതായത് സാധാരണ ഒരു ഗ്ലൗസിന്റെ നടുവിരൽ ഭാഗം പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റുകയും മറ്റു വിരലുകളുടെ അഗ്രഭാഗം കട്ട് ചെയ്യുകയും തുടർന്ന് ഇത് ഏത് ഭാഗത്താണോ സർജറി ചെയ്ത, അതായത് ഏത് ഭാഗത്താണോ ആ വുണ്ടുള്ളത് ആ ഭാഗത്ത് വെച്ച് പുറമേക്ക് കുറച്ചു ഭാഗം നീട്ടിയിടുന്ന ഒരു പ്രൊസീജിയറാണിത്. ഇത് സർജിക്കൽ പ്രൊസീജിയറിനിടയിലെ ഡ്രെയിനേജ് സംവിധാനമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് തന്നെയായിരിക്കണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന ആശ്വാസത്തിലാണ് സർക്കാർ ഇപ്പോൾ.